നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ മോക്കും വളരുമ്പം ഇതേ ഇഷ്ടങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളും ഉണ്ടാവും. അന്ന് സന്ദീപിന് മനസ്സിലാവും ചെയ്ത തെറ്റ് എത്ര വലുതായിരുന്നു എന്ന്. ഇപ്പൊ സ്വന്തം കൂടപ്പിറപ്പിനോട് ഈ ചെയ്യുന്നതിന് നീ അന്ന് വലിയ വില കൊടുക്കേണ്ടി വരും. നീ ഓർത്തോ? പിന്നെ നിങ്ങളത് തുറന്നു നോക്ക്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അർച്ചന വാ. അപ്പൊ ശരി, രാവിലെ കാണാം. ശരി ഏട്ടത്തി. സന്ദീപ്, നീയായിട്ട് ഇതിനെതിരെ നിൽക്കരുത്. ജോത്സ്യം പറഞ്ഞതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നേ? പിന്നെ അത് മാത്രമല്ല, അച്ഛന്റെ ആഗ്രഹം കൂടിയല്ലേ. ആഗ്രഹമാണെന്ന് പറഞ്ഞ് എന്ത് കോപ്രായം കാണിക്കാന്നാണോ? അന്നവൻ അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്നല്ലേ അവളുടെ കഴുത്തി താലി കിട്ടിയത്. അന്നേരം മുഹൂർത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ വീടിനകത്ത് കാലുകുത്ത ഇടം കൊടുത്തപ്പോ തെറ്റിയതൊക്കെ വീണ്ടും ശരിയാക്കാനുള്ള പുറപ്പാടില്ല അവര് രണ്ടുപേരും അല്ലേ. അതിനാണെങ്കിൽ അച്ഛനും ഏട്ടത്തി നീയും കൂട്ട്. പക്ഷെ അതിന് എന്നെ കിട്ടില്ല. ഈ പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് നീ എന്താ നേടാൻ പോകുന്നേ? സ്നേഹയോടുള്ള വെറുപ്പും വിദ്വേഷവും കൊണ്ട് നിന്റെ മനസ്സ് മുഴുവൻ നെഗറ്റീവായി പോവേ ഉള്ളൂ. എന്ത് ചിന്തിച്ചാലും അതിന്റെ നെഗറ്റീവ് വശം മാത്രമേ നിന്റെ മനസ്സിലേക്ക് വരൂ. ആ, അത് ഞാനങ്ങ് സഹിച്ചു. ഇതിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല. എനിക്കത് കാണുകയും വേണ്ട. സന്ദീപേ, സ്വന്തം മക്കളുടെ കല്യാണം തീരുമാനിക്കുമ്പോ അച്ഛനും അമ്മയും എന്തിനാ ജോത്സ്യനെ പോയി കാണുന്നേ? നല്ല നേരം കുറിക്കുന്നേ. ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടന്ന അവരുടെ ജീവിതം സുഖമായി തീരുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. സ്നേഹം ധനുഷും താലി കെട്ടിയത് അത്ര ശുഭകരമായ മുഹൂർത്തത്തിലല്ലെന്നാ ജോത്സ്യം പറയുന്നത്. അതിനുള്ള പരിഹാരമാ ശുഭമുഹൂർത്തത്തിലുള്ള ഈ വിവാഹം. നമ്മൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അവളെ അനുഗ്രഹിക്കുകയും വേണം. അവൾക്ക് എന്റെ അനുഗ്രഹത്തിന്റെ ഒരാവശ്യമില്ല. അതിലും കൂടിയുള്ളത് നീ അവളെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. അനുഗ്രഹിക്കും, അതെന്റെ കടമയാ. എന്തൊക്കെ പറഞ്ഞാലും അവള് നിന്റെ അനിയത്തിയാ. അവക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതിന് എതിരെയാ നീ ഇപ്പൊ നിൽക്കുന്നെ. സന്ദീപ് പങ്കെടുക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞാൻ പങ്കെടുക്കും. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവക്ക് കൊടുക്കുകയും ചെയ്യും. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് നിന്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിലൊന്നും ചോദ്യം ചെയ്യാനേ ഞാൻ വരുന്നില്ല. നീ പങ്കെടുക്കുന്നു പറയുന്നത് പോലെ പങ്കെടുക്കുന്നില്ലെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നീ കൈകടത്തരുത്. എന്തൊരു വാശിയാ നീ കാണിക്കുന്നെ? അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ? നീ ഇതിൽ പങ്കെടുക്കാതിരുന്നാ അച്ഛനത് സഹിക്കാൻ പറ്റോ? സഹിക്കാൻ പറ്റാത്തവരെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോരുത്. അപ്പോ സ്നേഹയുടെ ജീവിതത്തിൽ മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ സന്ദീപിനത് സന്തോഷാണെന്നാണോ നീ പറയുന്നതിനർത്ഥം? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ പറഞ്ഞുണ്ടാക്കണ്ട. എനിക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല. അവനോടും അവളോടും ഞാൻ ഈ ജന്മത്തെ ക്ഷമിക്കില്ല. എത്ര നാളീ വാശി കൊണ്ട് നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം. നമ്മുടെ കാര്യം തന്നെ നീ ഒന്ന് ഓർത്തു നോക്കിയാ നിനക്കത് മനസ്സിലാവും. അതിരെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇതിന്റെ പേരില് നമുക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട. അതുകൊണ്ട് ഈ ഫാൻസി ഡ്രസ്സിനെ കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടുമൊന്നുമില്ല. നീ എന്നെ നിർബന്ധിക്കാൻ വേണ്ട. കൊള്ളാം. 3 ഏട്ടന്മാരുടെ ഒരേ ഒരു അനിയത്തി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം. അതിലൊന്ന് പങ്കെടുക്കാൻ, അവളുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കാൻ നിനക്ക് മനസ്സില്ല അല്ലേ? നോക്ക്, നമുക്കും ഒരു പെൺകുട്ടിയാ. അത് നീ മറന്നു പോകരുത്. നാളെ നമ്മുടെ കുഞ്ഞാ നിന്നോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അവളോട് നീ ക്ഷമിക്കില്ല. എന്റെ മകൾ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല.
ആര് പറഞ്ഞു ചെയ്യില്ലെന്ന്? സന്ദീപേ, സ്നേഹവും നന്മയും അത് നമ്മൾ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂ. ഇപ്പൊ കാലം മാറി. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പരീക്ഷ എഴുതാൻ ഒരു പേന സെലക്ട് ചെയ്യുന്നത് മുതൽ സ്വന്തം ജീവിതത്തിൽ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്നതിന് വരെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ മോക്കും വളരുമ്പം ഇതേ ഇഷ്ടങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളും ഉണ്ടാവും. അന്ന് സന്ദീപിന് മനസ്സിലാവും ചെയ്ത തെറ്റ് എത്ര വലുതായിരുന്നു എന്ന്. ഇപ്പൊ സ്വന്തം കൂടപ്പിറപ്പിനോട് ഈ ചെയ്യുന്നതിന് നീ അന്ന് വലിയ വില കൊടുക്കേണ്ടി വരും. നീ ഓർത്തോ? പൂജിക്കാനുള്ള താലി എവിടെ? ദാ. മുഹൂർത്തത്തിനുള്ള സമയമായോ? ഇല്ല, ആവുന്നേ ഉള്ളൂ. പെണ്ണും ചെറുക്കനും റെഡിയായോ? ആ, റെഡി ആയിക്കൊണ്ടിരിക്ക. എന്നാ വേഗം വിളിച്ചോളൂ. ആ ശരി, ഞങ്ങൾ പോയി വിളിച്ചിട്ട് വരാം. നീ വാ. വാ. സ്നേഹ, എന്താ മോളെ? എന്തു പറ്റി? എന്തിനാ കരയുന്ന? ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ, ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എടുത്തി. എന്താ? എന്തിനാ കരയുന്നേ? എനിക്കിനി താലികെട്ട് ചടങ്ങൊന്നും വേണ്ട. നീ എന്താ ഈ പറയുന്നേ? ജോത്സ്യം പറഞ്ഞ അനുസരിച്ചല്ലേ ഈ താലി കെട്ടി തീരുമാനിച്ച തന്നെ. ആ മുഹൂർത്തത്തിൽ ഒന്നുകൂടി താലി കെട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടില്ലെന്ന് ജോത്സ്യം പറഞ്ഞത് മറന്നുപോയോ? എനിക്കിനി അങ്ങനെ ഒരു ജീവിതം വേണ്ട. അതിനിപ്പം ഇവിടെ എന്താ ഉണ്ടായേ? ദേ, ധനുഷ് അപ്പുറത്തെ മുറിയിൽ ഒരുങ്ങുന്നുണ്ടേ. നിന്റെ കഴുത്തിൽ കെട്ടാനുള്ള താലി പൂജാമുറിയിൽ പൂജിക്കുന്നുണ്ട്. മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയമുള്ളൂ. ഈ സമയത്ത് നിനക്കിത് എന്താ പറ്റിയേ? നന്ദേട്ടനും സന്ദീപേട്ടനും എന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചില്ല. എന്നെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു. നീ അതിന് അവരുടെ അടുത്ത് ദക്ഷിണയും കൊണ്ടുപോയോ? പോയി. അവർക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ധനുഷ് പറഞ്ഞുകൊണ്ടാ ഞാൻ പോയത്. പക്ഷെ നന്ദേട്ടനും സന്ദീപേട്ടനും എന്നെ മുറി പോലും കയറ്റിയില്ല. സാരമില്ല, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ. നീ ഇനി അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്നാലും ഒരു ദക്ഷിണ വാങ്ങാൻ പോലും തോന്നിയില്ലല്ലോ അവർക്ക് രണ്ടുപേർക്കും. പോട്ടെ, സാരമില്ല. മോളെ, എന്താ മോളെ, എന്തിനാ കരയുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.